ഈ കമ്പനിയിൽ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മെഷീനാണ് ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ പൾപ്പിംഗ് മെഷീൻ. ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ കുരു പുറത്തേക്ക് വരുന്ന കാണുന്നുണ്ട് അല്ലേ, താഴേക്ക് വരികയാണ് ഒരു പൾപ്പ് രൂപത്തിൽ. മെഷീൻ വെച്ചിട്ടാണ് ഇവിടെ ചക്ക പ്രോസസ് ചെയ്തെടുക്കുന്നത് പല രീതിയിൽ, അതായത് പീസ്, പൾപ്പ്, നൈസ്, ക്രഷ്, ഇങ്ങനെ പല രീതിയിലാണ് ഇതിനെ മാറ്റാൻ പോകുന്നത്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്ത് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് ഉള്ളത് കേട്ടോ. മുന്നേ ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലായിരുന്നു നിങ്ങൾ അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. ആർട്ടോകാർപ്പസ് ഫുഡ്സിലാണ് ഞാൻ ഇന്നുള്ളത്. അതായത് നമ്മുടെ സ്വന്തം ചക്ക, ആ ചക്ക പ്രോസസ് ചെയ്തെടുക്കുന്ന ഒരു കമ്പനിയിൽ. ഈ പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു എന്ന് നമുക്കൊരു സംശയം ഉണ്ടാവും അല്ലേ. പ്രോസസ് ചെയ്ത് എടുത്തിട്ട് ഐസ്ക്രീം, കേക്ക്, അപ്പം, ഷെയ്ക്ക് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലും എക്സ്പോർട്ടാണ് ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്ക് കാണാം. ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം സ്ത്രീകളാണ്. എന്താണ് ഇവിടുത്തെ പ്രവർത്തന രീതി നമുക്ക് കാണാം. നേരെ കമ്പനിക്കകത്തേക്ക് പോവാം. ഹായ്, നമസ്കാരം. ഇവിടെ ഞാൻ കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് സ്ത്രീകളാണ് ഇതിനെ നയിക്കുന്നത് ഞാൻ പറഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ രണ്ടുപേര് തന്നെ. നിങ്ങൾ രണ്ടുപേര് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും തന്നെ, എല്ലാ സ്റ്റാഫും അതിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഭൂരിഭാഗവും സ്ത്രീകളാണ് കേട്ടോ ഇവിടെ വരുന്നത് അല്ലേ? അതെ, ഭൂരിഭാഗവും സ്ത്രീകളാണ് വരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി. നിങ്ങൾ പേര്? എന്റെ പേര് അനുജ. ഇവിടെ ചെയ്യുന്ന ഇവിടുത്തെ പ്രൊഡക്ഷനും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. നിങ്ങള്? വിജിത, പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ആണ്. ഇതൊക്കെ ഞാൻ സാധാരണ ഏതെങ്കിലും ഒരു കമ്പനി ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ പുരുഷന്മാരാണ് ഇതൊക്കെ പറയാറ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ നിങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫുഡിൻ്റെ ഒരു കമ്പനിയിൽ നിങ്ങൾ നയിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, സ്ത്രീകൾ നയിക്കുക എന്ന് പറയുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഒരാഗ്രഹമുണ്ട്. കാരണം ചക്കേനെ കൊണ്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നും രണ്ടും അല്ല എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം വരുന്നുണ്ട് ടോട്ടൽ വെറൈറ്റീസ്? നിങ്ങൾ 25ന്റെ മേലെ ചക്ക വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ പല കാര്യങ്ങളുമായിട്ട്. ഓക്കെ, ഇതിന്റെ തുടക്കം നിങ്ങൾ ഈ ചക്ക കളക്ട് ചെയ്യുന്നത് ശരിക്കും ഇവിടെ വെച്ചിട്ടാണ്? ഞങ്ങൾക്ക് ലോക്കലായിട്ട് തരാൻ ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട്. അത് സ്ഥിരമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളുടെ സീസൺ സമയത്ത്, അതായത് നമ്മൾ ഏപ്രിൽ, മെയ് ആ ടൈമൊക്കെ നമുക്ക് സീസണാണ്. ആ ടൈമിൽ നമുക്ക് സ്ഥിരമായിട്ട് എത്തിച്ചേരാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ തന്നെ ഫ്രൂട്ട് മെച്യൂർ ആയിട്ടുള്ളത് പ്ലക്ക് ചെയ്ത് അവർ തന്നെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിക്കുകയാണ് ചെയ്യുക. സീസണിൽ നമുക്ക് കേരളത്തിൽ ഓൾറെഡി ഉണ്ടാവും, ചെറിയൊരു സീസണിൽ ഉണ്ടാവുന്നുള്ളൂ. ബാക്കി സീസണിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഓഫ് സീസൺ ആകുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് തരുന്ന ആൾക്കാരുണ്ട്. അത് ഫ്രം കർണാടക, തമിഴ്നാട്, ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് വരുന്നത്. എടുക്കുന്നവരടുത്ത് മാത്രമേ എടുക്കുള്ളൂ? എടുക്കുന്നവരടുത്ത് മാത്രം. അതും നമുക്ക് സ്ഥിരമായിട്ട് തരുന്നതാണ്, അല്ലാതെ വേറെ ആൾക്കാരുടെ നമ്മൾ ഓഫ് സീസൺ ആകുമ്പോൾ അന്വേഷിച്ച് ചെയ്യുന്നതല്ല. ക്വാളിറ്റി നിങ്ങൾ ആ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കണം. നമുക്ക് പ്രോപ്പറായിട്ടുള്ള വെൻഡേഴ്സ് ഉണ്ട്, സ്ഥിരമായിട്ടുള്ള വെൻഡേഴ്സ് ഉണ്ട്. അത് അവിടുന്ന് നിങ്ങൾ അവിടുന്ന് അവരെന്നെ പറിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അല്ലേ? അതെ, അവരവിടുന്ന് ലോഡ് ചെയ്തിട്ട്. പിന്നെ ഉള്ളത് നമ്മളുടെ ഇവിടെയുള്ള സ്ത്രീകൾ, അതായത് വർക്കേഴ്സ് തന്നെയാണ് നോക്കുന്നത്. അത് അൺലോഡ് ചെയ്യുന്നത് അത്രയും ചക്ക എത്ര ടണ്ണാണോ, 5 അല്ലെങ്കിൽ 10, മോർ ദാൻ 10 ഒക്കെ നമുക്ക് വരും. അത്രയും അൺലോഡ് ചെയ്യുന്നത് നമ്മളുടെ വർക്കേഴ്സ് തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ചെയ്യുന്നത്, ഇവിടെ വന്ന ചക്ക നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നത് വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ തൂക്കി നോക്കുക എന്നുള്ളത്. ഓരോ ചക്കയുടെയും തൂക്കം നമ്മൾ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഓരോന്ന് നോട്ട് ചെയ്ത് അതിനുശേഷം അത് നന്നായിട്ട് വാഷിംഗ് പ്രോസസ്സാണ് പിന്നെ നടക്കുന്നത്. ഈ വാഷിംഗ് എന്ന് പറയുന്നത് അതിൽ ഉള്ള എല്ലാ ഡസ്റ്റും, അതായത് ചക്കയുടെ പുറത്തുള്ള എല്ലാ ഡസ്റ്റും അല്ലെങ്കിൽ മണ്ണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നന്നായി വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് അകത്തേക്ക് ചക്ക പാസ് ചെയ്യുന്നത്. അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് കൊടുക്കുന്നു, ഉള്ളിലേക്ക് കൈമാറുന്നു. കമ്പനിയുടെ ഉൾവശത്തേക്ക് കടക്കാണ് അല്ലേ? അപ്പൊ ഈ ഉൾവശത്തേക്ക് നമ്മുടെ സ്റ്റാഫൊക്കെ ഉൾവശത്തേക്ക് കയറുമ്പോൾ ഈ ഒരു ശ്രദ്ധയൊക്കെ കൊടുക്കുന്നുണ്ടോ? ഇതേ ഹൈജീൻ, ചക്കയ്ക്ക് നമ്മൾ എന്ത് ഹൈജീൻ കൊടുക്കുന്നോ അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്റ്റാഫ്സിന്റെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. അവിടെ അവരാദ്യം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഐഡഫോ സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ അവർ കൈ ഡിപ്പ് ചെയ്യും, അവരുടെ കൈ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്യും. അത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആ കൈയിലേക്ക് ഡിപ്പ് ചെയ്ത്, ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അവരെ കൈ ഡിപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് അവർ ഗ്ലൗസ് പിടിച്ചിടുമ്പോൾ പിന്നെയും ഗ്ലൗസിലേക്കൊന്നും അവരുടെ കയ്യിലുള്ള മൈക്രോ ഓർഗാനിസമൊന്നും ട്രാൻസ്മിറ്റ് ആവാൻ പാടില്ല. അപ്പോൾ ആദ്യം കൈ സ്റ്റെറിലൈസ് ആയതിനു ശേഷം ഗ്ലൗസ്, നമ്മുടെ സൂപ്പർവൈസർ വിജിത ചേച്ചിയുണ്ട്, വിജയിച്ച് ഗ്ലൗസ് അവർക്ക് കൊടുക്കും. ശേഷം അവരകത്തേക്ക് പ്രവേശിക്കുന്നത് അത്രയും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഹെയർ നെറ്റ്, ഇതൊക്കെ അവർ കയറുന്നതിന് മുന്നേ ഫസ്റ്റ് പ്രോസസ് വിജയിച്ച് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് ഓരോ ആൾക്കാരെയും കടത്തിവിടുന്നത്. അകത്തേക്ക് മാറ്റിയ ചക്ക പിന്നീട് കട്ടിംഗ് ആണ് നടക്കുന്നത്. അത് കട്ടിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലി ഡിസൈൻ മാറ്റിയ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് കട്ടിംഗ് നടക്കുന്നത്. ആ കട്ടിംഗ് ഏരിയയിൽ നമ്മുടെ വലിയൊരു കട്ടിംഗ് നൈഫ് ഉണ്ട്. അത് വെച്ചാണ് ആദ്യം 2 ഹാഫ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ ഓരോ ഹാഫിനെയും ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നു. ആ കട്ട് ചെയ്ത ശേഷം അത് നെക്സ്റ്റുള്ളൊരു അടുത്ത ടേബിളിലേക്ക്, തൊട്ടടുത്ത ടേബിളിലേക്ക് മാറ്റി അതിൻ്റെ കൂഞ്ഞലും ഔട്ടർ സ്കിന്നും താഴെയുള്ള തൊലിഭാഗവും ചെത്തി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് കട്ടിംഗ് ഏരിയയിലെ പ്രോസസ്സ്. അതിനുശേഷം പിന്നെ അടുത്തൊരു ടേബിളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് പ്രീ പ്രോസസ്സിംഗ് ഏരിയ. ഇവിടെ ചക്കയുടെ കുരുവും ചമണിയും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ചുള മാത്രം, ക്ലീൻ ആയിട്ടുള്ള ചുള മാത്രം എടുത്ത് സോർട്ട് ചെയ്ത് എടുക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കുറച്ച് കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നല്ലേ ഈ ഒരു ഏരിയയിൽ?
ഇവിടെയാണ് കുറച്ച് കൂടുതലായിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. കുറച്ച് ഡിഫിക്കൽട്ടും കൂടിയാണ്, കുറച്ച് നല്ല പണിയുണ്ട് ഇവിടെ. അതെ, കുറച്ച് നല്ല പണിയും കൂടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കുരു, ചമണി ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ട് ചുള മാത്രം എടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെ കുറച്ച് പണി അധികം ഉള്ളത്. അത് കറക്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. അതെ, ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം വേർതിരിച്ചെടുക്കണം. അതല്ല, ഇവിടെ വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾ കമ്പനിയുടെ ഭാഗത്ത് വേറെ എന്തെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു ചുളയായിട്ട് വരുന്ന സമയത്ത്? അതെ, ഈ ഏരിയയിൽ കുറച്ച് വേറെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോബയോളജിസ്റ്റ് ആയ നീതു വന്നിട്ട് ഓരോ ബാച്ചിന്റെ സമയമാകുമ്പോൾ അതിലെ ട്രേയിൽ കുറച്ചൊന്ന് ചെക്ക് ചെയ്യും, ചമ്മണി ഒന്നും ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിനുശേഷം അതിൽ നിന്ന് ഒരു ചുള മാത്രം എടുത്തിട്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കും. കാരണം അതായത് അതിൽ പുളിപ്പില്ല, ചക്ക ഓക്കെ ആണ് എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ടെസ്റ്റ് അവിടെ നടക്കുന്നത്. ആ ഒരു ടെസ്റ്റ് അവിടെ നടക്കും. പിന്നെ ഇവിടെ നടക്കുന്ന വേറൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് സ്വാബിംഗ് ആണ്. ഹാൻഡ് സ്വാബിംഗ് എന്ന് പറയുന്നത് ഒരു മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ആണ്. ഹാൻഡ് സ്വാബിംഗ് അതെ, അതായത് ഇവരിപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. എന്നാലും ആ ഗ്ലൗസിന്റെ മേലെ കൂടി ചക്ക അവർ തൊടുന്നത് ഗ്ലൗസ് വെച്ചിട്ടാണല്ലോ. അപ്പൊ ഹാൻഡ് സ്വാബിംഗ് നമ്മൾ ചെയ്യുന്ന ആ ഗ്ലൗസിന്റെ മേലെ കൂടിയാണ്. അത് വന്ന് സ്വാബ് ചെയ്തതിന് ശേഷം മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ചെയ്യും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ചെയ്യുന്ന ആ ഒരു ഇതും കൂടി ഹൈജീൻ ആണ്, അവരെ കയ്യിലുള്ളതും കൂടി ഹൈജീൻ ആണെന്ന് പ്രോപ്പറായിട്ട് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. നോർമലി അവർ ഗ്ലൗസ് ഇടുന്നതിന് മുന്നേ ഐഡോഫോറിലൊക്കെ ഡിപ്പ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് പ്രോപ്പർലി അത് ഹൈജീൻ തന്നെയാണ്, ഗ്രോത്ത് ഒന്നും വരാറില്ല. എന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഇത് എല്ലാവരുടേതും ഒരു ദിവസം ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആൾക്കാരുടെ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവില് അടുത്ത കുറച്ച് ആൾക്കാരുടേതാണ് അടുത്ത ദിവസം ചെയ്യുന്നത്. അതെ, അതിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് എന്നാണ് പ്രോപ്പർലി മൈക്രോബയോളജിന്റെ ടേം ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതായത് ബാക്ടീരിയന്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആരുടേതിലാണോ അത് വന്നത് അവരെ നോട്ടിഫൈ ചെയ്ത് കൊടുക്കും. അവർ പിന്നെ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. അവരുടെ ഒന്നുകൂടി പിറ്റേ ദിവസം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കും പ്രോപ്പർ ആണ്. ഇത്രമാത്രം ശ്രദ്ധ കൊടുക്കണം ശരിക്കും ഇത് പ്രോസസ് ചെയ്തെടുക്കുന്ന സമയത്ത്. അതെ, എത്രയും ശ്രദ്ധ കൊടുത്തിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇനി ആർട്ടോകാർപ്പസ് കമ്പനിയിലെ ചക്ക പ്രോസസിംഗ് യൂണിറ്റിലേക്ക് നമ്മൾ കിടക്കുന്നത്. പല മെഷീൻ വെച്ചിട്ടാണ് ഇവിടെ ചക്ക പ്രോസസ് ചെയ്തെടുക്കുന്നത്. പല രീതിയിൽ, അതായത് പീസ്, പൾപ്പ്, നൈസ്, ക്രഷ്, ഇങ്ങനെ പല രീതിയിലാണ് ഇതിനെ മാറ്റാൻ പോകുന്നത്. ഇത് എവിടെ ഉപയോഗിക്കുന്നത്, ഇത് എവിടത്തേക്കാണ് ഇത് പോകുന്നത് നമുക്കറിയണമല്ലോ. ചക്ക ഇത് ചെയ്തെടുക്കുന്നത് ഐസ്ക്രീമിൽ, ഷെയ്ക്കിൽ, ജ്യൂസിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഈ ഒരു പീസും പൾപ്പും നൈസും ക്രഷൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഈ സ്ലൈസിങ് മെഷീനാണ് കേട്ടോ. ഈ സ്ലൈസിങ് മെഷീനിൽ വെച്ചിട്ടാണ് പീസുകൾ ചെയ്തെടുക്കുന്നത്, ചെറിയ ചെറിയ പീസുകളായിട്ട്. അത് എത്രയാണോ സൈസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിൽ നിന്ന് പീസ് പുറത്തേക്ക് വരുന്നത്. ഒരു ഭാഗത്തേക്ക് ചക്ക കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും, അതിന് അടുത്തൊരു ഭാഗത്തേക്കായിട്ട് ആ ചക്ക പീസായിട്ടാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പീസസ് ഉപയോഗിക്കുന്നത് ഐസ്ക്രീമിലേക്കും ഷേക്കിലേക്കും ജ്യൂസിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള പല കമ്പനികളാണ് ഇവിടെ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് മാത്രമല്ല കേട്ടോ, വിദേശ രാജ്യങ്ങളിലേക്ക് പോലും ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ എക്സ്പോർട്ടിങ് ഈ ഒരു കമ്പനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഫ്രൂട്ട് ക്രഷർ മെഷീന്റെ വിശേഷങ്ങൾ കാണുന്നത്. അതായത് ഇതിൽ ചെയ്തെടുക്കുന്നത് നൈസും ക്രഷും ആണ്. നൈസായിട്ടുള്ള അതേപോലെ ക്രഷ് ചെയ്തെടുക്കാനുള്ള 2 കാര്യം ഈ ഒരു മെഷീൻ തന്നെ, ഈ ഒരു മെഷീൻ കൊണ്ട് തന്നെ ഈ 2 കാര്യം നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നു, മറ്റൊരു ഭാഗത്തേക്കായിട്ട് ഇത് ക്രഷ് ആയിട്ട് അല്ലെങ്കിൽ ഇത് നൈസായിട്ട് പുറത്തേക്ക് വരുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. ഈ ഒരു നൈസും ക്രഷും ഉപയോഗിക്കുന്നത് ഐസ്ക്രീമിലേക്കും ഷെയ്ക്കിലേക്കുമാണ്. അതേപോലെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചക്ക അപ്പം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ഈ ഒരു നൈസും ക്രഷും ആയിട്ടുള്ള ഈ ഒരു പ്രോസസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കമ്പനിയിൽ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മെഷീനാണ് ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ പൾപ്പിംഗ് മെഷീൻ. അതായത് നമ്മളൊരു ചക്ക മുറിക്കാൻ അല്ലെങ്കിൽ ചക്ക നന്നാക്കാൻ നമുക്ക് ഏറ്റവും ഒരു വിഷമുള്ള ഒരു മടിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലുള്ള ഈ കുരു, അതിലെ ചമനിയൊക്കെ കളയുക എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. ഇതിനൊക്കെ കളയാൻ ഒരു ഭയങ്കര മടി തന്നെയാണ് നമുക്ക്. എന്നാൽ ഈ ഒരു മെഷീനിലേക്ക് നിങ്ങളിത് കൊടുത്തു കഴിഞ്ഞാൽ ആകെ മാനുവലി ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചക്ക ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കുരു പുറത്തേക്ക് വരുന്ന കാണുന്നുണ്ട് അല്ലേ. എന്തൊരു ഭംഗി, എന്തൊരു രസം അത് കാണാൻ തന്നെ. ഇങ്ങനെ ഒരു ഭാഗത്തേക്കായിട്ട് ചമണിയും അതേപോലെ ചക്കയുടെ കുരുവൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വരുന്ന ഇത് ചക്കയുടെ പാർട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് മെഷീൻ്റെ ഉള്ളിൽ കൂടി കടന്നു ചെന്നിട്ട് താഴേക്ക് വരികയാണ് ഒരു പൾപ്പ് രൂപത്തിൽ. അതിനെ അരച്ചെടുത്ത ഒരു രൂപത്തിൽ ഒരു പൾപ്പായിട്ടാണ് ഇത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എത്ര വലിയൊരു ജോലിയാണ് ഈ ഒരു മെഷീൻ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അത്രയും ഭംഗിയാണ് ഈ ഒരു കാഴ്ച കാണാൻ തന്നെ പൾപ്പിംഗ് മെഷീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൾപ്പ് ചെയ്തെടുക്കുന്നത്, അതായത് ഈ അരച്ചെടുക്കുന്ന ഈ ചക്ക മെയിനായിട്ട് ഉപയോഗിക്കുന്ന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കേക്ക് കമ്പനികളാണ് ഇവിടുന്ന് കൂടുതലായിട്ട് ഈ ഒരു പൾപ്പ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനൊക്കെ തെർമൽ പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. അതായത് ഇതിനെ ബോയിൽ ചെയ്തെടുക്കണം. ഈ പീസ്, പൾപ്പ്, നൈസ്, ക്രഷ് ഇതിനൊക്കെ പ്രത്യേകമായിട്ടാണ് ബോയിൽ ചെയ്തെടുക്കേണ്ടത്. ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു വലിയൊരു ബോയിലർ ഇതിൻ്റെ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വിറക് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതിൽ തീ കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് ചൂടാണ് കൊടുക്കുന്നത്. ചൂട് കൊടുത്തിട്ട് അതിനെ ബോയിൽ ചെയ്തെടുക്കണം. അതായത് ഇതിന് അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മാണുക്കളൊക്കെ ഉണ്ട്, അതിനൊക്കെ നശിപ്പിക്കുക എന്നുള്ള
ഒരു കാര്യം. നമ്മൾ വീട്ടിലൊക്കെ പാചകം ചെയ്യുന്ന അതേ രീതി തന്നെ ആ ഒരു പാചകമാണ് ശരിക്കും, ആ ഒരു ബോയിലിംഗ് സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു കെറ്റിൽ വെച്ചിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. ഈ ബോയിൽ ചെയ്യുന്ന സമയത്ത് ബ്രിക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ലാബ് ടെക്നീഷ്യൻ വന്നിട്ട് ഇതിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ടെസ്റ്റ് കൂടി ചെയ്യാനുണ്ട്. ആ ലാബ് കൊണ്ടുപോയിട്ട് ആ ലാബിൽ ഈ ഒരു ടെസ്റ്റും കൂടി ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇതിനെ ഫില്ലിംഗ് മെഷീനിലേക്കാണ് മാറ്റുന്നത്. ഫില്ലിംഗ് മെഷീനിലേക്ക് മാറ്റി ഇതിന് പാക്ക് ചെയ്തെടുക്കണം നമുക്ക്. അതായത് ഓരോ പൗച്ചിലേക്ക് ഇതിനെ പാക്ക് ചെയ്തെടുക്കണം. പൗച്ചിലേക്ക് 2 കിലോയുടെ പൗച്ചായിട്ടാണ് ഇവിടുന്ന് ഓരോന്നും പാക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഓരോ കമ്പനികൾ മെയിനായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് 2 kg ആയിട്ട് 2 kg ആയിട്ടാണ്. അത് വേണമെങ്കിൽ 1 kg നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതിനുള്ള രീതിയിലും ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് പൗച്ചിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് തരും. ഇവിടുത്തെ പൗച്ച്, ഇവിടെ ഉപയോഗിക്കുന്ന പൗച്ച് തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു പൗച്ച് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഫുഡ് ഗ്രേഡിൽ വരുന്ന, അതും 4 ലെയർ വരുന്ന രീതിയിലുള്ള ഒരു പൗച്ച് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു പൗച്ച് പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ പോലും ആ ഒരു ശ്രദ്ധ ഈ ഒരു കമ്പനി കാണിക്കുന്നുള്ളതാണ്. അതായത് ഫുഡ് ഗ്രേഡിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്കത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ശ്രദ്ധ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു പൗച്ചിലേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ സീലിംഗിലേക്കാണ് മാറ്റുന്നത്. ആ സീലിംഗും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സീലിംഗ് നടക്കുന്നുണ്ട്. ആ ഒരു KG ഒക്കെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ആ ഒരു സീലിംഗ് സെക്ഷനിലേക്ക് ഇതിനെ മാറ്റുന്നത്. ഇതിന് ശേഷം പിന്നെ ഇതിനൊരു വെള്ളത്തിലേക്കാണ് കൊടുക്കുന്നത്. വെള്ളത്തിലേക്ക് കൊടുത്തിട്ട് ചെറിയൊരു ചൂടുണ്ടാകും. ആ ചൂടിനൊക്കെ തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളത്തിലേക്ക് ഇതിനെ ഡിപ്പ് ചെയ്ത് വെക്കുന്നത്. ഈ പ്രോസസ്സൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് സാമ്പിൾ പൗച്ചസ്, ഒരു 100 ഗ്രാമിൻ്റെ സാമ്പിൾ പൗച്ചസ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഓരോ ബാച്ചിൻ്റെ പ്രോസസ്സ് നടക്കുന്ന സമയത്ത്. അതായത് ഇതിനെ ഒരു ടെസ്റ്റ് പിന്നെയും ചെയ്യാനുണ്ട്. അതായത് മൈക്രോബയോളജിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെയും ലാബിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് കൃത്യമായിട്ടുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം. നിങ്ങൾ ഓർക്കണം, ഈ ചക്ക ഇവിടെ വരുന്നത് മുതൽ പല ക്വാളിറ്റി ചെക്കിങ്ങും കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ. എല്ലാ രീതിയിലുള്ള ടെസ്റ്റും ഓക്കെ ആയതിനു ശേഷം മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് അടുത്ത ഒരു സെക്ഷനിലേക്ക് മാറ്റും. അതായത് പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റുന്നത്. ഈ ഒരു പാക്കിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇതിനെ പാക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പാക്ക് ചെയ്തെടുത്തിട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഇവിടുന്ന് പിന്നെ ഇതിന് ലോഡ് ചെയ്ത് മാറ്റുന്നത്, ഓരോ കമ്പനികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഈ ഒരു നമ്മുടെ നാട്ടിൽ വെറുതെ, നമ്മുടെ പറമ്പുകളിൽ വെറുതെ കിടക്കുന്ന ചക്കകൾ ഇവിടെ കൊണ്ടുവന്നിട്ട്, വേസ്റ്റായി പോകുന്ന ഒത്തിരി ചക്കകൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മളെ കൈകളിലേക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ഒരു എഫേർട്ടാണ് ഈ ഒരു കമ്പനി എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ജോലികളാണ് ഇവിടെ സ്റ്റാഫൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്, ഒരു കമ്പനി തന്നെയാണ് ഈ ഒരു ആർട്ടോകാർപ്പസ് കമ്പനി എന്ന് പറയുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് ഇവിടെ ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ മാനേജറായിട്ടുള്ള അനുജയ്ക്കും അതേപോലെ തന്നെ സൂപ്പർവൈസറായിട്ടുള്ള വിജിതയ്ക്കും നന്ദി അറിയിക്കുകയാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ഇവിടെ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനും എല്ലാ രീതിയിലുള്ള സഹകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇനി നമ്മുടെ ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സുഭാഷ് സാറുടെ വാക്കുകളിലേക്ക്. ആർട്ടോകാർപ്പസ് എന്ന് പറയുന്ന ഞങ്ങളുടെ കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 2015-ലാണ്. ഈ 2015 ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാണെങ്കിൽ മുന്നേ ഒരു 3 വർഷം 4 വർഷം ഞാൻ ഇതിൻ്റെ പുറകെ റിസർച്ച് നടത്തി പല സ്ഥലങ്ങളിലും എവിടെയാണോ ചക്കയെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുന്നത് അവിടെയൊക്കെ പോയി. ഇവൺ ഞങ്ങൾ മഹാരാഷ്ട്രയിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഇവൺ നോർത്ത് ഈസ്റ്റ് വരെ പോയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് തുടങ്ങാൻ വേണ്ടി പോയത്. പക്ഷേ അവിടെ നിന്നൊക്കെ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ ചെറിയ കാര്യങ്ങളായിരുന്നു. കാരണം ഒരു കമ്പനി തുടങ്ങാനുള്ള ഒരു ഇൻപുട്ടും അന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ 2013-14 കാലഘട്ടങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ധൈര്യത്തിൻ്റെ മേലെ നമ്മൾ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പല പ്രൊഡക്റ്റുകളും ഉണ്ടാക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ മേലെയാണ് 2015 ആർട്ടോകാർപ്പസ് ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി കണ്ണൂർ ജില്ലയിൽ എളമ്പേരംപാറയിലുള്ള കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ സീറോ മാർക്കറ്റായിട്ടുള്ള ജാക്ക് ഫ്രൂട്ടിൽ നിന്ന് ഒരുപാട് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുകയും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചക്കയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയത്. കാരണം നമ്മുടെ നാട്ടിലുള്ള മാങ്ങയാണെങ്കിലും ശരി, പൈനാപ്പിൾ ആണെങ്കിലും ശരി, പപ്പായ ആണെങ്കിലും ശരി, എല്ലാത്തിനും വാല്യൂ അഡീഷൻ ഉണ്ട്. പക്ഷേ ജാക്ക് ഫ്രൂട്ടിന് മാത്രം വാല്യൂ അഡീഷൻ ഇല്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും ചക്ക ഉണ്ടാവുകയും ഇതെല്ലാം വേസ്റ്റായി പോവുകയും ചെയ്യുന്നുണ്ട്. അത് ചക്ക എന്ന് പറയുന്നത് ഫ്രൂട്ടിനുപരി ഒരു ഫുഡും കൂടിയാണ്. നമുക്ക് പുഴുക്കുണ്ടാക്കാം, അതുപോലുള്ള പല സാധനങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും വേസ്റ്റായി പോകുന്ന ഫ്രൂട്ടിനെ നമുക്ക് എങ്ങനെ വാല്യൂ അഡീഷൻ ചെയ്യാം, എങ്ങനെ നമ്മളുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ വേസ്റ്റിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഫാമേഴ്സിന് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കമ്പനി തുടങ്ങിയതും ഇങ്ങനെ ഒരു കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് ഈ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റിയതും. ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ടിൻ്റെ പഴുത്ത ചക്കയുടെ പൾപ്പാണ്. പൾപ്പ് അത് നിങ്ങൾക്കറിയാം, ചക്ക 2 വിധത്തിലുണ്ട്, വരിക്കച്ചക്ക, കൂഴച്ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂഴച്ചക്കയുടെ പൾപ്പുണ്ട്,
വരിക്കച്ചക്കയുടെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അടുത്ത് 3ഓളം വെറൈറ്റിയുടെ പൾപ്പുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഐസ്ക്രീം ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കുന്നവർ, ഇത് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് ഷേക്കിൽ ഞങ്ങളുടെ പൾപ്പ് യൂസ് ചെയ്തിട്ട് മിൽക്ക് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസസ് കിട്ടും. അതുപോലെ തന്നെ പേസ്ട്രി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പല പ്രൊഡക്റ്റുകൾ, അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ദുബായിലൊക്കെയുള്ള ലുലുവൊക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പല പല പ്രൊഡക്റ്റുകളും നമുക്ക് ഈ ചക്കയുടെ ഫ്ലേവർ, ഈ ചക്കയുടെ പൾപ്പ് വെച്ചിട്ട് ചക്കയുടെ ഫ്ലേവറിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഏകദേശം 8ഓളം കൺട്രികളിലോട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മെയിനായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ ചെയ്യുന്നുണ്ട്, യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലേക്ക് ഞങ്ങളിത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യയിലുള്ള പ്രീമിയം ബ്രാൻഡ്സൊക്കെ ഐസ്ക്രീമും അവരുടെ ഫ്ലേവറിൽ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൾപ്പ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതും ഞങ്ങളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പൾപ്പിൽ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ആ ഒരു പ്രത്യേക റെസിപ്പി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. ഇതുകൂടാതെ ഞങ്ങൾ ഒരു ന്യൂ റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ്, ആൾമോസ്റ്റ് ഒരു 20ഓളം പുതിയ പ്രോഡക്റ്റുകൾ ഞങ്ങൾ ഇൻവെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏകദേശം 1.5 വർഷത്തെ കഠിനാധ്വാനമാണ് ഞങ്ങളെ ക്വാളിറ്റി ടീമിൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഞങ്ങൾ 20ഓളം പ്രോഡക്റ്റ് ഇടിച്ചക്കയിൽ നിന്നും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ഡിസൈൻസൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ്. മോസ്റ്റ്ലി ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ മാർക്കറ്റിലോട്ട് വരും. ഇത്രയാണ് ആർട്ടോകാർപ്പസ് ഫുഡ്സ് കമ്പനിയുടെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ചകൾ? ഒരു പറ്റം സ്ത്രീകൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് അല്ലേ, അടിപൊളി പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചക്കയുടെ പഴം. ഇന്ന് നമ്മൾ പലർക്കും അറിയാം, നമ്മളെ ഈ ചക്ക എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ പല സ്ഥലങ്ങളും വെറുതെ നിൽക്കുക, എല്ലാവരും അല്ല, ചില സ്ഥലങ്ങളിൽ. എന്നാൽ അതിനെ ഇവിടെ എടുത്തിട്ട് പൊന്ന് വിളയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ, ബൈ.